നീരാളികളെക്കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. നമ്മളിൽ കൗതുകവും തെല്ലൊരു ഭയവും തോന്നിക്കുന്ന ജീവികളാണ് നീരാളികൾ. ഏകദേശം 300 തരം നീരാളികളെയാണ് ഇതുവരെ കടലിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഭീമൻ പസഫിക് നീരാളികൾ മുതൽ മിനിയേച്ചർ ബ്ലൂ റിംഗ്ഡ് നീരാളികൾ വരെയുണ്ട്. സ്വഭാവപരമായും ശരീരപരമായും ഒട്ടേറെ വൈവിധ്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന നീരാളികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ലോകത്തിലെ എല്ലാ സമുദ്രങ്ങളിലും കാണപ്പെടുന്ന ജീവികളാണ് നീരാളികൾ. എങ്കിലും ഇവയെ കൂടുതലായി കണ്ടുവരുന്നത് ചൂടുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ്. ഭൂരിഭാഗം നീരാളികളും കടലിന്റെ അടിത്തട്ടിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്നവയാണ്. എന്നാൽ ചുരുക്കം ചിലരെ ജല ഉപരിതലത്തിനടുത്തായും കാണപ്പെടാറുണ്ട്. സമുദ്രത്തിലെ ഏറ്റവും വലിയ തീറ്റക്കാരാണ് നീരാളികൾ. മറ്റു ജീവികൾ കഴിക്കുന്നതിന്റെ 3 ഇരട്ടി ഭക്ഷണമെങ്കിലും കഴിച്ചാലേ നീരാളികളുടെ വിശപ്പടങ്ങൂ. ഞണ്ടുകളെയും കക്കകളെയുമാണ് ഇവ പ്രധാനമായും ഇരയാക്കുന്നത്. 71 കിലോഗ്രാം വരെ റെക്കോർഡ് തൂക്കമുള്ള നീരാളികളെ കടലിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമിയിലെ ഏറ്റവും ബുദ്ധിയുള്ള ജീവികളിലൊന്നാണ് നീരാളി. മനുഷ്യരെ തിരിച്ചറിയാനും അടച്ചിട്ട കുപ്പിക്കുള്ളിൽ നിന്ന് അടപ്പ് തുറന്നു പുറത്തു വരാനും ഈ ബിരുദന്മാരെ കൊണ്ട് സാധിക്കും. പൂച്ചകളെയും ഡോൾഫിനേക്കാളും ബുദ്ധിയുള്ളവയാണ് ഇവ. എല്ലാ നീരാളികളും വിഷമുള്ളവയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കും? അതെ, അതിൽ തന്നെ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ബ്ലൂ റിംഗ്ഡ് നീരാളികൾക്കാണ് ഏറ്റവും കൂടുതൽ വിഷമുള്ളത്. കാണാൻ വളരെ ചെറുതും ഭംഗിയുള്ളതുമാണ് ഇവ. എന്നാൽ 26 പേരെ വരെ കൊല്ലാൻ ആവശ്യമായ വിഷം ഈ നീരാളികളുടെ ശരീരത്തിലുണ്ട്. ശരീരത്തിൽ എല്ലുകളില്ല എന്നതാണ് നീരാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അപകടഘട്ടങ്ങളിലെല്ലാം ഇതിന് ശരീരം ചെറുതാക്കി വളരെ ചെറിയ സ്ഥലങ്ങളിൽ വരെ ഞെരുങ്ങിക്കയറാനും എതിരാളികളിൽ നിന്ന് വേഗത്തിൽ രക്ഷപ്പെടാനും കഴിയും. ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ ഇവ പ്രയോഗിക്കുന്ന മറ്റൊരു തന്ത്രമാണ് ശരീരത്തിന്റെ നിറം മാറുന്നത്. നിറം മാറാൻ മാത്രമല്ല, അടുത്തുള്ള എന്തിനേയും അനുകരിക്കാനും ഈ ജീവികൾക്ക് സാധിക്കും. ശത്രുവിന് നേരെ ശരീരത്തിലെ മഷി ഇളക്കുന്നതും നീരാളികളുടെ മറ്റൊരു തന്ത്രമാണ്. 8 കൈകളുള്ള നീരാളികൾക്ക് ഒരു കൈ നഷ്ടപ്പെട്ടാലും ആ സ്ഥാനത്ത് പുതിയതൊന്ന് വളർന്നു വരാറുണ്ട്. ഈ കൈകൾ ഉപയോഗിച്ചാണ് നീരാളികൾ സഞ്ചരിക്കുന്നതും ഇരപിടിക്കുന്നതും. ലോകത്തിലെ ഏറ്റവും വലിയ നീരാളിക്ക് 20 അടിയിലേറെ വലിപ്പമുണ്ടത്രേ. എന്നാൽ ഏറ്റവും ചെറിയ നീരാളിക്ക് 1 ഇഞ്ചിൽ താഴെ വലിപ്പമേ ഉള്ളൂ. ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവികളെന്നാണ് പൊതുവെ നീരാളികൾ അറിയപ്പെടുന്നത്. ഇണ ചേരുന്ന സമയത്ത് മാത്രമേ ഇവ പങ്കാളിയെ തേടി പോവാറുള്ളൂ. എന്നാൽ ചില ഗവേഷകർ ഓസ്ട്രേലിയയിലെ ജെർവിസ് ബേയിൽ ഒരു നീരാളി നഗരം തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കടലിൽ 33 മുതൽ 49 അടി വരെ ആഴത്തിലായിരുന്നു ഇതിന്റെ സ്ഥാനം. നൂറ്റാണ്ടുകളുടെ പഴക്കം വരുന്ന ഈ നഗരത്തിന് ഓക്ലാൻഡിസ് എന്നാണ് ഇവർ പേര് നൽകിയത്. പരിണാമത്തിന്റെ ഭാഗമായി അതിജീവനത്തിനു വേണ്ടി സ്വീകരിച്ച മാർഗമായിരിക്കാം ഇതെന്നാണ് ഗവേഷകരുടെ വിലയിരുത്തൽ. ആയുസ് വളരെ കുറഞ്ഞ ജീവിവർഗമാണ് നീരാളികൾ. ചിലത് 6 മാസത്തിനുള്ളിൽ അവയുടെ ലൈഫ് സൈക്കിൾ പൂർത്തിയാക്കാറുണ്ട്. എന്നാൽ ഭീമൻ പസഫിക് നീരാളികൾ സാധാരണയായി 3 മുതൽ 5 വർഷം വരെയാണ് ജീവിക്കാറുള്ളത്. പ്രത്യുൽപാദനം നടക്കുന്നതോടു കൂടിയാണ് ഇവയുടെ ആയുസ് പരിമിതപ്പെടുന്നത്. നീരാളികളുടെ അവസാന ഘട്ടത്തെ സെനിസെൻസ് എന്നാണ് അറിയപ്പെടുന്നത്. സെല്ലുലാർ ആക്ടിവിറ്റീസ് നിലയ്ക്കുന്ന ഈ ഘട്ടം ആൺ നീരാളികളിൽ ഇണചേരലിനു ശേഷം തന്നെ ആരംഭിക്കും. അങ്ങനെ ഇണചേർന്നു കഴിഞ്ഞ ഉടൻ ആൺ നീരാളികൾ ചത്തുപോകാറുണ്ട്. മുട്ടകൾ ഇട്ടതിനു ശേഷം 6 മാസത്തോളം പെൺനീരാളികൾ അവയെ സംരക്ഷിക്കുന്നു. പെൺനീരാളികൾ ഒരിക്കൽ മുട്ടയിട്ടാൽ അതിന്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങൾ ദഹനേന്ദ്രിയങ്ങളെയും ഉമിനീർ ഗ്രന്ഥികളെയും നിർജീവമാക്കുന്നുണ്ട്. അതിനാലാണ് അവ മുട്ടകൾ വിരിയും വരെയും ഭക്ഷണം തേടിപ്പോവാത്തത്. മുട്ട വിരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും പെൺനീരാളിയും ചത്തുപോകുന്നു. 300 മില്യൺ വർഷങ്ങൾക്ക് മുൻപുള്ള നീരാളികളുടെ ഫോസിലുകൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ദിനോസറുകൾക്ക് മുൻപും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളായിരുന്നുവത്രേ നീരാളികൾ. തലച്ചോറിലും കൈകളിലുമായി ഏകദേശം 500 മില്യൺ ന്യൂറോണുകൾ ഉള്ളതുകൊണ്ടും ബുദ്ധി കൂടുതലുള്ളതുകൊണ്ടുമാകാം നീരാളികൾ ഇത്രയും കാലം അതിജീവിച്ചതെന്നാണ് ശാസ്ത്രലോകത്തിന്റെ കണ്ടെത്തൽ. നീരാളികൾക്ക് 3 ഹൃദയങ്ങളാണ് ഉള്ളത്. അതിൽ 2 എണ്ണം ചെകിളകളിലേക്ക് രക്തം പമ്പ് ചെയ്യാനും 1 ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത്. ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് ഇവയ്ക്ക് 3 ഹൃദയങ്ങൾ കൂടിയേ തീരൂ. നമ്മുടെ ശരീരത്തിൽ ഇരുമ്പടങ്ങിയ ഹീമോഗ്ലോബിനാണ് ഉള്ളതെങ്കിൽ നീരാളികളുടെ ശരീരത്തിൽ അത് ചെമ്പടങ്ങിയ ഹീമോസയാനിനാണ്. ഈ ഹീമോസയാനിനാണ് നീരാളികളുടെ രക്തത്തിന് നീല നിറം നൽകുന്നത്. ഓക്സിജൻ വഹിക്കാൻ ഹീമോഗ്ലോബിനേക്കാൾ കാര്യക്ഷമത കുറവുള്ള പ്രോട്ടീനാണ് ഹീമോസയാനിൻ. അതിനാൽ തന്നെ നീരാളികളുടെ സജീവമായ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് 3 ഹൃദയങ്ങൾ അനിവാര്യമാണ്.
നീരാളികളുടെ മറ്റൊരു വിചിത്ര ജീവിത രീതിയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. കാലിഫോർണിയയിലെ ജലാന്തര അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലിപ്പമേറിയ അഗ്നിപർവ്വതമാണ് ഡേവിസൺ അഗ്നിപർവ്വതം. അതിന്റെ താഴ്വരയിൽ ഇണചേരാനും മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാനുമായി 10,000-കണക്കിന് നീരാളികളാണ് എത്തിച്ചേരാറുള്ളത്. മൂസോക്ടോപ്പസ് റോബസ്റ്റസ് എന്ന ശാസ്ത്രീയ നാമമുള്ള നീരാളികളെയാണ് ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത്. കാലിഫോർണിയൻ തീരത്തെ മുണ്ടേറയിൽ നിന്ന് 129 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി കടലിൽ 10,000-ഓളം അടി താഴ്ചയിലാണ് ഈ വിചിത്ര കാഴ്ച. ജിയോളജിസ്റ്റുകൾ പറയുന്നത് പ്രകാരം 20 മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഡേവിസൺ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ഇവിടെ ഭൗമതാപ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നീരാളികൾ കൂട്ടത്തോടെ ഈ പർവ്വത താഴ്വരയിലെത്തുന്നത്. കാരണം കടുത്ത തണുപ്പ് നീരാളികളുടെ ഭ്രൂണ വളർച്ചയെയും ജൈവിക പ്രവർത്തനങ്ങളെയും മന്ദഗതിയിലാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നീരാളികൾ 1.8 വർഷത്തോളം മുട്ടയ്ക്ക് അടയിരിക്കേണ്ടതായി വരുന്നു. എന്നാൽ ഡേവിസണിലെ ചൂടുറവകൾ തേടി വരുന്ന നീരാളികളുടെ ഭ്രൂണ വളർച്ച ത്വരിതപ്പെടുകയും തന്മൂലം വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ മുട്ടകൾ വിരിയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇണചേർന്നു കഴിഞ്ഞാൽ ആൺ നീരാളിയും മുട്ട വിരിഞ്ഞാൽ പെൺനീരാളികളും മരണത്തിന് കീഴടങ്ങുന്നു. അതുകൊണ്ടാണ് ഡേവിസൺ പർവ്വത താഴ്വര നീരാളികളുടെ മരണത്താഴ്വര എന്നും അറിയപ്പെടുന്നത്. അതികൂർമ്മ ബുദ്ധിയുള്ള ജീവികളാണ് നീരാളികളെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്നാൽ ബുദ്ധിസാമർഥ്യം മാത്രമല്ല ഇവയെ വേറിട്ടതാക്കുന്നത്. നീരാളികൾ സെന്റിനന്റ് ബീയിങ്സ് അഥവാ വികാരജീവികളാണ്. ഇവയ്ക്ക് സന്തോഷം, സങ്കടം എന്നിങ്ങനെയുള്ള വികാരങ്ങൾ അനുഭവിക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ കണ്ടെത്തൽ. ലോകത്തിലെ പല രാജ്യങ്ങളിലും നീരാളികളെ ആഹാരമാക്കാറുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? സൗത്ത് കൊറിയയിൽ ഇവയെ ജീവനോടെ തന്നെ ഭക്ഷിക്കുന്നവരുണ്ട്. അതിനാൽ തന്നെ സമുദ്രജീവികളിൽ നീരാളികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. പ്രതിവർഷം 3,50,000 ടൺ നീരാളികളാണ് വേട്ടയാടപ്പെടുന്നത്. 1950-ൽ പിടികൂടിയവയുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ 10 മടങ്ങാണിത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം.